ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു നല്ലൊരു ലഞ്ച് കോംബോ ആണ്. ആ ഒരു കോമ്പിനേഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു മോര് കറിയും വഴുതനങ്ങ മീൻ ഫ്രൈയും അതുപോലെ തന്നെ നല്ലൊരു ബീട്രൂട്ട് തോരനുമാണ്. അപ്പോൾ ഇത് മൂന്നും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞതിൻ്റെ ശേഷം ഇത് ഏതാണ്ട് ഒരു 1/2 കിലോ ഉണ്ടായിരിക്കും. വെള്ളരിക്ക എടുക്കുമ്പോൾ ഇതേപോലെ നല്ല ഉരുണ്ടിരിക്കുന്ന വെള്ളരിക്ക എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. നീളത്തിലുള്ള വെള്ളരിക്ക മിക്കവാറും നല്ല കയ്പ്പായിരിക്കും. എനിക്കങ്ങനെ ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ വെള്ളരിക്ക തൊലി കളഞ്ഞ് ആ കുരുവൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തതിൻ്റെ ശേഷം നുറുക്കിയിട്ട് ഒരു കഷ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ ശേഷം മാത്രം കറി വയ്ക്കുക കേട്ടോ. മിക്കവാറും അങ്ങനെ നീളത്തിലുള്ള വെള്ളരിക്കൊക്കെ ആണെങ്കിൽ കയ്പ്പ് രസം ഉണ്ടെങ്കിൽ അത് പിന്നെ കളയുമായിരിക്കും നല്ലത്. ഇനി ഇതൊരു ചെരുവത്തിലിട്ടിട്ട് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് കുക്കറിൽ വേവിക്കാം, പക്ഷേ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ അങ്ങനെ കൂടുതൽ വെന്തുടഞ്ഞു പോവും. ഇങ്ങനെ വേവിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് നല്ലൊരു പഴുത്ത തക്കാളി കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ സാധാരണ ചേർക്കാറുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ തക്കാളി ഇല്ലാത്ത കാരണം ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ അധികം എരിവില്ലാത്ത മുളക് പൊടിയും 1-2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടാണ് വേവിക്കുന്നത്. ഈ പച്ചമുളക് നാളികേരം അരയ്ക്കുമ്പോൾ അരച്ച് ചേർത്താലും മതി. കഷ്ണമൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ടേബിൾ സ്പൂൺ കണക്കിന് പറയുകയാണെങ്കിൽ ഒരു 8 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ തേങ്ങയുടെ ഒരു ചെറിയൊരു മുറി എടുത്താൽ മതിയാവും കേട്ടോ, അധികം ആവണ്ട. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. കുരുമുളക് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. കുരുമുളകൊന്നും കൂടി പോകരുത്. ഒരു 10-12 മണി ഉണ്ടായിരിക്കും, അത്രയും മതി. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 കാശ്മീരി മുളക്, ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്. നല്ലൊരു കളർ, ഒരു റെഡ് കളറായിരിക്കും ഈ കറിക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി മുളക് എടുത്തിരിക്കുന്നത്. സാധാരണ ഒരു കറിക്ക് ഒരു മഞ്ഞ കളറാവില്ലേ, അപ്പോൾ ഇതാവുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് കാശ്മീരി ചില്ലി എടുത്തിരിക്കുന്നത്. നിങ്ങൾ കാശ്മീരി ചില്ലി ഉണക്കമുളക് ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ട് അരച്ചാലും മതി കേട്ടോ. ഇനി ഇത് നല്ല മയത്തിൽ ഫൈൻ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ കഷ്ണമൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്, വെന്തുടഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ലൊരു പഴുത്ത തക്കാളി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക്. അപ്പോൾ അതിനനുസരിച്ച് കുറവ് തൈര് മാത്രം, അല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ മോര് ചേർത്താലും മതി. ഈ അരപ്പ് ഇനി ഇതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ആ ജീരകത്തിൻ്റെയൊക്കെ ആ റോ ടേസ്റ്റ് ഒന്ന് പോകണം. അപ്പോൾ അരപ്പൊക്കെ നന്നായി തിളച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മോര് അല്ലെങ്കിൽ തൈര് ചേർക്കുക. മോര് ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ മോരാണ് ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. പുളിക്കനുസരിച്ച് മോര് അല്ലെങ്കിൽ തൈര് ചേർക്കുക. നല്ല പുളിയുള്ള മോര് അല്ലെങ്കിൽ തൈരാണെങ്കിൽ കുറച്ച് കുറവായാലും മതി കേട്ടോ. ഇത് പാകത്തിന് പുളിയുള്ളൂ. പിന്നെ നിങ്ങൾ തക്കാളി ചേർത്തിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് മോരിൻ്റെ അല്ലെങ്കിൽ തൈരിൻ്റെ അളവ് കുറച്ചിട്ട് ഉപയോഗിക്കാം. പിന്നെ മോര് കുറവൊക്കെ ഉള്ള സമയത്ത് തക്കാളിയും കൂടിയും ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റും ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് അളവിൽ മോര് ചേർത്താലും മതി. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. തൈര് ചേർക്കുമ്പോൾ തൈര് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് പതപ്പിച്ച് അടിച്ചതിന് ശേഷം ചേർത്തിട്ട് ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യണം. മോരാണ് ചേർക്കുന്നതെങ്കിൽ ഇതിൻ്റെ മീതെ ഇങ്ങനെ ചൂടായിട്ട് ചെറുതായിട്ട് ആവി പോലെ വരും. ആ സമയത്ത് ഓഫ് ചെയ്യുക. തിളയ്ക്കാൻ പാടില്ല രണ്ടായാലും. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാം. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുക. 1/2 ടീസ്പൂൺ ഉലുവ, 2-3 ഉണക്കമുളക്, കറിവേപ്പില കൂടിയിട്ട് പൊട്ടിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കാം. ഇതിൽ ഉലുവ ഇങ്ങനെ ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു 1/4 ടീസ്പൂണിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ ഉലുവ പൊടി ഉണ്ടാക്കിയിട്ട് അത് കറിയിൽ മിക്സ് ചെയ്താൽ കുറച്ചും കൂടി ഫ്ലേവർ കൂടും. ഇപ്പോൾ ഇങ്ങനെ വറുത്തിടായാലും ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി നിങ്ങൾക്ക് കറിയിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് വഴുതനങ്ങയും അതുപോലെ തന്നെ ബീട്രൂട്ട് തോരനും. അപ്പോൾ വഴുതനങ്ങ ഞാൻ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 3 പച്ച വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വയലറ്റ് വഴുതനങ്ങ എടുക്കാം കേട്ടോ. വഴുതനങ്ങ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുക. അതിൻ്റെ ആ കറയൊന്ന് കളയണം. ഇനി ഇതിലേക്കൊരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു 8 ചുള ചെറിയ ഉള്ളി എടുക്കുക. ചെറിയ ഉള്ളി ആയിരിക്കും ഏറ്റവും ടേസ്റ്റ്. പിന്നെ അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു കളറും കൂടി കിട്ടും.
അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക, ലേശം ഉപ്പും കൂടിയും ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇനി ഈ അരപ്പ് വഴുതനങ്ങയിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യണ പോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. 1 മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. പിന്നെ ബാക്കി നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മൾ മോരുകറിയുടെ കൂടെ. കുറച്ച് കറിവേപ്പില കൂടി ഇതിൽ ചേർക്കണം കേട്ടോ. തിരിച്ചും മറിച്ചും എടുത്തിട്ട് സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ് ഈ വഴുതനങ്ങ ഫ്രൈ. ഇനി ബീട്രൂട്ട് തോരന് ഒരു കുക്കറിലേക്ക് അരിഞ്ഞു വെച്ച ബീട്രൂട്ട് ചേർക്കുക. ഞാനിപ്പോൾ ഒരു 2 മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്താലും മതി. ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇത് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. കുറച്ച് ഉപ്പിടുക, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. 1 സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിനേക്കാൾ കുറവ് കടുക് ചേർക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1-2 ഉണക്കമുളക് കൂടി ചേർക്കാം. ഉണക്കമുളകും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. ഇതിലേക്ക് 1-2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 ചുള ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർക്കുക. ചെറിയ ഉള്ളിയായിരിക്കും കൂടുതൽ നല്ലത്. അതിങ്ങനെ വല്ലാതെ ബ്രൗൺ ആവണ്ട. ഇപ്പോൾ ഇത് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ ബീട്രൂട്ട് വേവിച്ചതും കൂടി ചേർത്തിട്ട് അത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുന്ന വരെ നന്നായിട്ട് വേവിക്കുക. ശ്രദ്ധിക്കുക, ബീട്രൂട്ട് വേവിക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ചേർക്കാവൂ. അധികം വെള്ളമൊന്നും ചേർത്തിട്ട് വേവിക്കരുത്. എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. ഇനി വെള്ളം വറ്റിയിട്ട് നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇപ്പോൾ ഇതാ ബീട്രൂട്ടും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിച്ചതിൻ്റെ ശേഷം മാത്രം ആവശ്യത്തിനുള്ള തേങ്ങ ചേർക്കുക. തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. തേങ്ങ ചേർത്തതിൻ്റെ ശേഷം കുറേ നേരം ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റേണ്ട ആവശ്യമില്ല. ആ തേങ്ങയുടെ ക്വാളിറ്റിയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി ബീട്രൂട്ട് തോരനും റെഡിയായി. അപ്പോൾ നമ്മുടെ അടിപൊളി ലഞ്ച് മെനു റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ബാക്കി ഇഷ്ടമുള്ളതെല്ലാം ചേർക്കാം. നോൺ വെജോ അല്ലെങ്കിൽ മുട്ടയോ അച്ചാറോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് വേറെ ഈ റെസിപ്പി വീണ്ടും കാണാം. താങ്ക്